ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ റെസിപ്പി വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. മഷ്റൂം പെപ്പർ ഫ്രൈ ആണ് ഇന്ന് ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള, വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന, ചപ്പാത്തിക്കും ചോറിനൊക്കെ പറ്റിയ നല്ലൊരു സൈഡ് ഡിഷാണിത്. ഇതിനുള്ള ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമെന്ന് നോക്കാം. മഷ്റൂം പെപ്പർ ഫ്രൈക്കായിട്ട് നമുക്കൊരു മസാല പൗഡർ ഉണ്ടാക്കിയെടുക്കണം. അതിനായിട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. ആദ്യം 1 ടേബിൾ സ്പൂൺ കുരുമുളക് ഇട്ടിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ പെരുംജീരകം, 1/2 ടേബിൾ സ്പൂൺ ജീരകം, പിന്നെ 1 ടേബിൾ സ്പൂൺ ഫുൾ മല്ലി, പിന്നെ 2 വറ്റൽമുളക്, പിന്നെ കുറച്ച് കറിവേപ്പിലയും ഇട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇത് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം. അതിൻ്റെ കളറൊക്കെ മാറുന്നത് വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് തണുക്കണം. തണുത്തതിന് ശേഷം നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ മസാല പൗഡർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പെപ്പർ ഫ്രൈ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ 250 ഗ്രാം മഷ്റൂം എടുത്തിട്ടുണ്ട്. അതിങ്ങനെ കുറച്ച് മീഡിയം സൈസിലുള്ള കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. അധികം നേരിയ കഷ്ണങ്ങളാക്കേണ്ട ആവശ്യമില്ല, കാരണം ഇത് അധികം വേവൊന്നും ഇല്ലാത്തതാണ് മഷ്റൂം. ഞാനിവിടെ ഒരു പാനിൽ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് വഴച്ചെടുക്കണം. ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഈ ഉള്ളിയുടെ പച്ചമണമൊക്കെ മാറുന്നത് വരെ ഒന്ന് നന്നായിട്ട് വഴച്ചെടുക്കാം. ഉള്ളി നന്നായിട്ട് വഴറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതിൻ്റെയും പച്ചമണമൊക്കെ മാറുന്നത് വരെ വഴറ്റിയെടുത്താലാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതും നമുക്ക് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടുകയോ കുറക്കുകയോ ഒക്കെ ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി ചേർത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എപ്പോഴും ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം പൊടികൾ ചേർക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇതെല്ലാം പെട്ടെന്ന് കരിഞ്ഞു പോകും. ഈ മഞ്ഞൾപ്പൊടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന മസാല പൊടിയിൽ നിന്ന് 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. ഇതിട്ടതിന് ശേഷം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. പൊടികളെല്ലാം നന്നായിട്ട് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് മഷ്റൂം ചേർക്കാം. ഈ മഷ്റൂം ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് പാത്രം മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കാം. 5 മിനിറ്റിന് ശേഷം നമുക്ക് പാത്രം തുറന്ന് നോക്കാം. മഷ്റൂമൊക്കെ പകുതി വേവായിട്ടുണ്ട്. ഇതിൽ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല, കാരണം മഷ്റൂമിൽ നിന്ന് വരുന്ന വെള്ളം തന്നെ മതിയാവും ഇത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇതിലെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റുന്നത് വരെ ഇതൊന്ന് വഴറ്റിയെടുക്കാം.
ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർക്കാം. ഇതിലേക്ക് ഇനി 1/2 ടേബിൾ സ്പൂൺ മസാലപ്പൊടി കൂടി ചേർക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ കാശ്മീരി ചില്ലി പൗഡറോ അല്ലെങ്കിൽ സാധാരണ മുളക് പൊടിയോ ഇപ്പോൾ ചേർക്കാം. കൂടുതൽ എരിവ് വേണമെങ്കിലോ അല്ലെങ്കിൽ നല്ലൊരു കളറായിരിക്കും കാശ്മീരി ചില്ലി പൗഡറെല്ലാം ചേർത്താൽ. ഞാനിവിടെ മുളക് പൊടി ചേർക്കുന്നില്ല. ഇതിലെ വെള്ളമൊക്കെ വറ്റിയിട്ട് നന്നായിട്ട് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അങ്ങനെ നമ്മുടെ മഷ്റൂം പെപ്പർ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി സ്റ്റൗ ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ചപ്പാത്തിക്ക് പറ്റിയ നല്ലൊരു കോമ്പിനേഷനാണിത്. നല്ല ചൂടോടുകൂടി തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണിത്. നിങ്ങൾ എന്തായാലും ഇത് ഉണ്ടാക്കി നോക്കണേ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ അറിയിക്കൂ. പുതിയൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.